സൺഡേ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു പ്ലാനിങ് ഉണ്ടായത്. മീൻ പിടിക്കാൻ പോയാലോ ഒന്ന്. മീൻ പിടിക്കാൻ പോകാനാണെങ്കിൽ ചൂണ്ടൽ വേണ്ടേ? ചൂണ്ടലും ഇല്ല. എന്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു അവന്റെ ഫ്രണ്ട് ഉണ്ട്, അവന്റെ കൂടെ പോവാം, അവന്റെ കയ്യിൽ ചൂണ്ടല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പോവാന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. ഏതായാലും ഉച്ചക്ക് ഫുഡൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല, ചെറുതായിട്ട് കഴിച്ചിട്ടുള്ളൂ. ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് കയറിയത്. മുമ്പ് തന്നെ കണ്ടത് നമ്മളെ തണ്ണിമത്തനാണ്, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ കൊതിയായി. തണ്ണിമത്തന് കഴിച്ചു, ആപ്പിൾ എടുത്തിട്ട് പുറത്തിറങ്ങി. സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി യാത്ര സ്റ്റാർട്ട് ചെയ്തു. അവിടെ പോയിട്ട് മീൻ പിടിക്കാനാണ് പോകുന്നത്. എന്തായാലും മീൻ പിടുത്തൊക്കെ കണക്കന്നെ ആയിരിക്കും. കൂടുതലും മീനിന് തീറ്റ കൊടുക്കലാവും നടക്കുക. എന്തായാലും രസമല്ലേ, കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ രസമാണ്. അപ്പൊ അങ്ങനെ പോവുകയാണ് ഹാർബറിലേക്ക്. സ്പോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. ഇതാണ് നമ്മളെ ഹാർബർ. അടിപൊളി പ്ലേസ് ആണ്, നല്ല കാറ്റ്, അത്യാവശ്യം ചൂടുണ്ട്. ഇവിടുത്തെ കാറ്റ് കൊണ്ട് ചൂടൊന്നും അറിയണില്ല. ഓർമ്മ എന്താ വെച്ചാൽ നമ്മൾ നാടാണ്, നമ്മൾ നാട്ടിൽ ഹാർബറിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീലാണ് നിൽക്കുമ്പോൾ കിട്ടുന്നത്. അത്യാവശ്യം ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ആർക്കും കാര്യമായിട്ട് മീനൊന്നും കിട്ടുന്നത് കാണുന്നില്ല. കൂടുതൽ ഇങ്ങനെ മീനിന് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാട്ടോ. കൂടെ വന്നാണ് ഈ ഇരിക്കുന്നത്. മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇടക്കിടക്ക് മൂപ്പര് വരാറുണ്ട്. അങ്ങനെ ഇടയ്ക്ക് അത്യാവശ്യം വലിയ മീനൊക്കെ കിട്ടാറുണ്ട്, ചില ദിവസം ഒന്നും കിട്ടാറില്ല. അങ്ങനെയൊക്കെയാണ് മൂപ്പര് പറഞ്ഞത്. ഏതായാലും മൂപ്പര് തള്ളും കെട്ടിങ്ങനെ ഇരിക്കുകയാണ്. മൂപ്പരെല്ലാം സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. മൂപ്പര് ചായ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ മേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും അവസരം നല്ല കിടിലൻ ഫിഷിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.